ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 പാർട്ട് 8 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എ സി ത്രൂ റെസിസ്റ്റൻസ്, എ സി ത്രൂ ഇൻഡക്റ്റൻസ്, എ സി ത്രൂ കപ്പാസിറ്റൻസ്, പിന്നെ ടേംസ് റിലേറ്റഡ് ടു എ സി ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പവർ ജനറേഷൻ ഓഫ് 3-phase സിസ്റ്റം. 3-phase പവർ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു? നിങ്ങൾ സിംഗിൾ ലൂപ്പ് എ സി അല്ലെങ്കിൽ സിംഗിൾ ഫേസ് എ സി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ 2 ക്ലാസ്സുകൾക്ക് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു സിംഗിൾ ഫേസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ ഇനി ഒരു 3-phase എ സി ആൾട്ടർനേറ്റിംഗ് കറണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിന് നിങ്ങൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. ഇവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു എലമെൻ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് പറയുന്നത്. പ്രാക്ടിക്കലി ഒരിക്കലും ഇങ്ങനെ ഒരു സിംഗിൾ കോയിലോ സിംഗിൾ ലൂപ്പോ ആയിരിക്കില്ല. പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞിരുന്നു, സിംഗിൾ ഫേസ് എ സി ആണെങ്കിലും സിംഗിൾ ഫേസ് എ സി ജനറേറ്റർ നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ സിംഗിൾ ഫേസ് എ സി ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്ററിൻ്റെ എങ്ങനെയാണ് എ സി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞതാണ്, ഒരു സിംഗിൾ കോയിൽ അല്ലെങ്കിൽ സിംഗിൾ റെക്റ്റാങ്കുലർ കോയിൽ കൊണ്ട് ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിലും ഡയറക്റ്റ് കറണ്ട് ആണെങ്കിലും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഡി സി ജനറേറ്റർ ആണെങ്കിലും എ സി ജനറേറ്റർ ആണെങ്കിലും ഒക്കെ അതിൻ്റെ അകത്തുള്ള സിംഗിൾ കോയിൽ കൊണ്ട് നടക്കില്ല. പകരം ഒരുപാട് കമ്പിച്ചുരുളുകൾ, വൈൻഡിങ്സ് അടങ്ങിയതായിരിക്കും അതിൻ്റെ ആർമേച്ചർ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. എന്നാൽ തിയറിറ്റിക്കലായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക്കൽ ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, ഫാരഡേസ് ലോ പ്രകാരം. അപ്പോൾ നമ്മളൊരു കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ആ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? പിന്നെ സിംഗിൾ ഫേസ് ആണെങ്കിൽ അവിടെ നമുക്ക് വോൾട്ടേജ് കൂടി കുറഞ്ഞ് 0 ആയി വീണ്ടും നെക്സ്റ്റ് നെഗറ്റീവ് സൈഡിലേക്ക് കുറഞ്ഞിങ്ങനെ ഒരു വേവ് ഫോമിൽ നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ 3-phase എ സി ജനറേഷൻ എങ്ങനെയാണ്? 3-phase നമ്മളെ വീടുകളിലൊക്കെ കിട്ടുന്നത് സിംഗിൾ ഫേസ് എ സി ആണെങ്കിൽ നമ്മൾ റോഡിലൂടെ നമ്മൾ പോകുന്ന ലൈൻസ്, ഇലക്ട്രിക് ട്രാൻസ്മിഷൻ ലൈൻസ് കണ്ടിട്ടുണ്ടാവും. അത് 3-phase സിസ്റ്റമാണ്. ഇനി കുറച്ച് വലിയ വീടുകളാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ്, ചെറിയ ഇൻഡസ്ട്രീസിലാണെങ്കിലും വലിയ ഇൻഡസ്ട്രീസ് ആണെങ്കിലും ഒക്കെ അവിടെ 3-phase സിസ്റ്റമാണ്. 3-phase എ സി സിസ്റ്റം, എ സി വോൾട്ടേജ് ആണ് അവിടെ നമ്മൾ സപ്ലൈ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ 3-phase എ സി ആണ് അവിടെ അവർ സപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ 2 മാഗ്നറ്റുകളുണ്ട്. 2 മാഗ്നറ്റുകൾ നോർത്ത് ആൻഡ് സൗത്ത് പോൾ മുഖാമുഖമായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഉള്ളിടത്ത് നമ്മൾ ഒരു കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടർ, ഇവിടെ 3 കോയിലുണ്ട്. കാരണം നമുക്ക് 3-phase എ സി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് 3-phase എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവ തമ്മിൽ ഫേസ് ഡിഫറൻസ് ആണുള്ളത്, മാഗ്നിറ്റ്യൂഡിൽ ഡിഫറൻസ് ഇല്ല. അളവ് സെയിമാണ്. ഇവ 3ഉം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ അളവ്, മാഗ്നിറ്റ്യൂഡ് സെയിമാണ്, പക്ഷെ ഫേസ് ഡിഫറൻസ് ആണുള്ളത്.
ഒന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ചെറിയ ആംഗിൾ അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ആണ് ഉള്ളത്. അല്ലാതെ ഇവ തമ്മിൽ മാഗ്നിറ്റ്യൂഡിൽ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ത്രീ ഫേസ് എ സി എന്ന് പറയാൻ കാരണം. ഇനി എങ്ങനെയാണ് അങ്ങനെ 3 ഫേസിലുള്ള 3 ആംഗിൾ ഡിഫറൻസിലുള്ള എ സി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ ഒരു സിംഗിൾ ലൂപ്പ് അല്ലെങ്കിൽ സിംഗിൾ കോയിലാണ് 2 മാഗ്നറ്റുകൾ ഇടയിൽ വെച്ചിരുന്നത്. അതിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. സിംഗിൾ ലൂപ്പ് എ സി അല്ലെങ്കിൽ സിംഗിൾ ലൂപ്പ് എ സി ജനറേറ്റർ ആൾട്ടർനേറ്ററിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ ഇതിലൂടെ ഈ ഫിഗറിലൂടെ നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഒരു മാഗ്നറ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോളിൻ്റെ ഇടയിൽ രണ്ട് മാഗ്നറ്റുകൾ നോർത്ത് ആൻഡ് സൗത്ത് പോളിൻ്റെ ഇടയിൽ ഒരു ലൂപ്പാണ് അല്ലെങ്കിൽ ഒരു സിംഗിൾ കോയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ എ സി ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ 3 ഫേസ് എ സി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 3 കോയിൽസ്, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 3 കോയിൽസ് ഏതൊക്കെയാണ്? A1 A2 B1 B2 ആൻഡ് C1 C2 അഥവാ കോയിൽ എ ബി സി. 3 കോയിൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിക്കലാണ്. 3ഉം സെയിം സൈസ് ആൻഡ് ഷേപ്പാണ്. അങ്ങനെ സെയിം സൈസ് ആൻഡ് ഷേപ്പായിട്ടുള്ള 3 കോയിൽസ് നമ്മൾ 120 ഡിഗ്രി അപ്പാർട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത്. ടോട്ടൽ ഒരു സർക്കിളിൽ നമുക്കുള്ളത് 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിയിൽ 120 ഡിഗ്രിയിൽ ആദ്യത്തെ ഒരാൾ നമ്മൾ ഇപ്പോൾ A1 A2 നമ്മൾ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അതിന് നേരെ 120 ഡിഗ്രി 120 ഡിഗ്രി അപ്പാർട്ടായിട്ട് B1 B2 വെച്ചിട്ടുണ്ട്. അതിന് നേരെ 120 ഡിഗ്രി അപ്പാർട്ടായിട്ട് C1 C2 വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 കോയിൽസാണ് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ A1 A2 B1 B2 C1 C2 3 കോയിൽസ് നമ്മൾ 120 ഡിഗ്രി അപ്പാർട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ 120 ഇലക്ട്രിക്കൽ ഡിഗ്രി ഡിഫറൻസിൽ നമ്മൾ 3 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കോയിൽസ് നമ്മൾ 2 മാഗ്നറ്റുകൾക്കിടയിൽ പ്ലേസ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാണ്. നമ്മൾ ഒരു പ്രൈം മൂവർ, നമ്മളൊരു ടർബൈൻ വെച്ചിട്ടോ, അപ്പോൾ നമ്മൾ ജനറേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ അതൊന്നല്ലെങ്കിൽ അതൊരു എൻജിൻ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പവർ സ്റ്റേഷൻസ് അഥവാ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. അഥവാ വെള്ളം നമ്മൾ ഡാമിൽ നിന്ന് ഫോഴ്സിലൂടെ വന്നിട്ട് നമ്മൾ ടർബൈനിൽ വന്ന് ഇമ്പിഞ്ച് ചെയ്ത് ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ആ ടർബൈൻ്റെ കറക്കം ഉപയോഗിച്ച് നമ്മളൊരു ജനറേറ്റർ 3 ഫേസ് ആൾട്ടർനേറ്ററിനെ അല്ലെങ്കിൽ 3 ഫേസ് എ സി ജനറേറ്ററിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കറണ്ടാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. ഈ തെർമൽ പവർ സ്റ്റേഷൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഹൈ സൈസുള്ള എൻജിൻസൊക്കെയാണ് ഉണ്ടാവുക. IC എൻജിൻസ് അല്ലെങ്കിൽ തെർമൽ നമ്മുടെ EC എൻജിൻസ്, സ്റ്റീം പവർ പ്ലാന്റ്സ് ഒക്കെയാണ് ഉണ്ടാവുക. അത് ഉപയോഗിച്ചിട്ട് ഉള്ള അതിൽ നിന്ന് കിട്ടുന്ന മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ ഈ ഒരു കോയിൽസിനെ അല്ലെങ്കിൽ ജനറേറ്ററിൻ്റെ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ 3 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കോയിൽസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സോഴ്സ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണല്ലേ. അപ്പോൾ ആ ഒരു ഇതിന് നമ്മൾ ഇത് 3 കോയിൽസ് നമ്മളൊരു ഷാഫ്റ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 ഐഡൻറ്റിക്കൽ കോയിൽസാണ്. ആ 3 കോയിൽസ് നമ്മൾ ഷാഫ്റ്റുമായി കണക്ട് ചെയ്ത് അഥവാ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാണ്. ആ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയാണ് ആംഗുലാർ വെലോസിറ്റി. ഇതിൻ്റെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ എന്ന ആംഗുലാർ വെലോസിറ്റിയിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ 3 ഐഡൻറ്റിക്കൽ കോയിൽസ് നമ്മൾ ഒരു നോർത്ത് ആൻഡ് സൗത്ത് പോളിൻ്റെ ഇടയിൽ 120 ഡിഗ്രി അപ്പാർട്ടായിട്ട് വെച്ചിട്ട് അത് ഒമേഗ എന്ന ആംഗുലാർ വെലോസിറ്റിയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ പ്രകാരം നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓരോ കോയിലും പ്രൊഡ്യൂസ് ചെയ്യും.
3 കോയിലും റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ്. 3 കോയിൽസും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യും. അപ്പോൾ ആദ്യം ഒരു കോയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. എന്നിട്ട് 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അടുത്ത കോയിൽ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് കോയിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഫസ്റ്റ് കോയിൽ എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ എ ഈസ് ഈക്വൽ ടു ഇ എം എന്ന് പറഞ്ഞാൽ ഇത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. ഇ എ ആ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ അഥവാ ഓരോ പോയിന്റിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ എ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി. എ എന്ന് പറഞ്ഞ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇ എം സൈൻ ഒമേഗ ടി. ഇ എം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് ആണ്. ഇ എം ഇൻറ്റു സൈൻ ഒമേഗ ടി. സൈൻ ഒമേഗ ടി എന്നുണ്ട് കേട്ടോ. സൈൻ ഒമേഗ ടി എന്നാണ്. ഇവിടെ 3 സ്ഥലത്തും ഒമേഗ ടി എന്നുണ്ട്. സൈൻ ഒമേഗ ടി എന്നാണ് വരിക. അപ്പോൾ ഇ എ ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി. അഥവാ ഫസ്റ്റ് കോയിൽ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ഇ എം എഫ് എന്ന് പറയുന്നത് മാക്സിമം ഇൻഡ്യൂസ് ഇ എം എഫ് ഇ എം ഇൻറ്റു ക്യാപിറ്റൽ ഇ എം ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. എന്നാൽ രണ്ടാമത്തെ കോയിൽ ഇ ബി എന്ന് പറഞ്ഞിട്ടുള്ള കോയിൽ കിട്ടുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് ഇ എം ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 120 ഡിഗ്രി. അവിടെ ആംഗിളിൽ ചെറിയ ചേഞ്ച് വന്നു. മൈനസ് 120 ഡിഗ്രി. 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെയും മാക്സിമം ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഒക്കെ വാല്യൂ സെയിം ആണ്. അപ്പോൾ ആകെ വ്യത്യാസം ഉണ്ടാവും ഫേസ് ഡിഫറൻസ്. 120 ഡിഗ്രി ഫേസ് ഡിഫറൻസിലായിരിക്കും ഇ ബി എന്ന് പറഞ്ഞ രണ്ടാമത്തെ കോയിലിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 120 ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും. അഥവാ രണ്ടാമത്തെ ഫേസിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഇത് തമ്മിൽ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും തമ്മിലുള്ള മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അവിടെ എന്താണ് ആംഗിൾ അല്ലെങ്കിൽ ഫേസിലുള്ള ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ മൂന്നാമത്തെ കോയിൽ അപ്പോൾ എങ്ങനെ 3 ഫേസ് ആണല്ലോ. മൂന്നാമത്തെ കോയിൽ വരുന്നത് ഇ എം സൈൻ ഒമേഗ ടി മൈനസ് 240 ഡിഗ്രി. ഒന്നാമത്തെ ഇ എന്ന് 240 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ കോയിലിൽ കറണ്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും എന്താണ് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് മൂന്നിൻ്റെയും. പക്ഷേ ഫേസ് ഡിഫറൻസ് ആണുള്ളത്. മൂന്നും തുടങ്ങാനുള്ള ടൈമിങ്ങിലുള്ള ആംഗിളിലുള്ള ഡിഫറൻസ് ആണ്. ആദ്യത്തേത് പ്രൊഡ്യൂസ് ചെയ്ത് 120 ഡിഗ്രിയാണ്, രണ്ടാമത്തെ പ്രൊഡ്യൂസ് അത് കഴിഞ്ഞിട്ട് 120 ഡിഗ്രി മൂന്നാമത്തെ പ്രൊഡ്യൂസ്. മൂന്നും തമ്മിൽ 120 ഡിഗ്രി, മൂന്നും തമ്മിൽ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ് ഉള്ളത്. ആദ്യത്തേത് തുടങ്ങി 120 ഡിഗ്രി രണ്ടാമത്തോടും അത് കഴിഞ്ഞിട്ട് വീണ്ടും 120 ഡിഗ്രി കഴിഞ്ഞിട്ട് മൂന്നാമത്തോടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ 3 കോയിൽസിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫേസ് ഡയഗ്രാം ഇതിൻ്റെ വേവ് ഫോം കിട്ടുന്നത് ഇതുപോലെയാണ്. ഒന്നാമത്തെ ഫേസ് എ, ഒന്നാമത്തത് നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 120 ഡിഗ്രി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 120 ഡിഗ്രി, അപ്പോൾ ടോട്ടൽ 240 ഡിഗ്രി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഫേസ് കോയിലിലും നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് 3 ഫേസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ ഒരു 3 ഫേസ് എ സി ജനറേറ്റർ അല്ലെങ്കിൽ 3 ഫേസ് ആൾട്ടർനേറ്ററിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പിന്നീട് എങ്ങനെയാണ് പ്രാക്ടിക്കലി ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ പിന്നീട് ഒരിക്കൽ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മൾ തിയറിറ്റിക്കലായിട്ട് എങ്ങനെയാണ് ഈ 3 ഫേസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ 3 ഫേസ് എ സി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 3 ഫേസ് എ സി എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് സിംഗിൾ ഫേസും 3 ഫേസും തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്കസ് ചെയ്യാം. സിംഗിൾ ഫേസ് ആകുമ്പോൾ സാധാരണ 2 വയേഴ്സ് മിനിമം ഉണ്ടാവും. ഒരു ഫേസും ഒരു ന്യൂട്രലും. എപ്പോഴും ഫേസ് മാത്രം പോരാ, അതിൻ്റെ കൂടെ ന്യൂട്രൽ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സർക്യൂട്ട് ക്ലോസ്ഡ് ആവണം. നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ
ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ എർത്തിലേക്ക് നമ്മൾ എപ്പോഴും കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ടാങ്ക് മുകളിലേക്ക് വെച്ച് മുകളിൽ നിന്ന് താഴത്തോട്ട് പൈപ്പ് ഇടാതെ ആ ടാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹോളെങ്കിലും ഇടാതെ വെള്ളം താഴോട്ട് വരുമല്ലോ, ഇല്ല. അപ്പോൾ താഴേക്ക് ഗ്രൗണ്ട് തന്നെ എന്നാൽ ആൾറെഡി വെള്ളം ഭൂമിയിൽ നിലത്താണുള്ളതെങ്കിൽ വെള്ളം ഒഴുകുമോ? ഇല്ല. മുകളിൽ അവൻ തന്നെ ആവണം. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിലും ഒരു ഫേസ് ന്യൂട്രൽ വേണം. അല്ലെങ്കിൽ നേരെ ആ ഫേസ് നമ്മൾ ഗ്രൗണ്ടിൽ ഭൂമിയിൽ കൊണ്ട് ടച്ച് ചെയ്താൽ അപ്പോൾ അവിടെ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ അവിടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എർത്ത് തന്നെയാണ് അവിടെ ന്യൂട്രൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 വയേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്നാൽ 3 ഫേസ് സിസ്റ്റം ആകുമ്പോൾ അവിടെ 3 വയേഴ്സ് മതി, അല്ലെങ്കിൽ 4 വയേഴ്സ്. സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ 4 വയേഴ്സ് ഉണ്ടാവും, ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ 3 വയേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്താണ് സ്റ്റാർ കണക്ഷൻ, എന്താണ് ഡെൽറ്റ കണക്ഷൻ എന്നാണ് പിന്നീട് ഡിസ്കസ് ചെയ്യാം. 3 ഫേസ് സിസ്റ്റത്തിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അല്ലെങ്കിൽ ഒന്നിൽ മിനിമം 3 വയേഴ്സ് എന്തായാലും 3 ഫേസ് സിസ്റ്റത്തിൽ ഉണ്ടാവും. നെക്സ്റ്റ്, ഇറ്റ് ഹാസ് ഓൺലി 1 ഫേസ്. സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ 1 ഫേസ് ഉണ്ടാവുള്ളൂ. 3 ഫേസ് സിസ്റ്റത്തിൽ 3 ഫേസ് ഉണ്ടാവും. നെക്സ്റ്റ്, ക്യാൻ ടേക്ക് ഓൺലി സിംഗിൾ ഫേസ് സപ്ലൈ. ഇത് സിംഗിൾ ഫേസ് സപ്ലൈ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ 3 ഫേസ് സിസ്റ്റത്തിന് സിംഗിൾ ഫേസ് സപ്ലൈയും എടുക്കാൻ കഴിയും, 3 ഫേസ് സപ്ലൈയും എടുക്കാൻ കഴിയും. ഇനി സിംഗിൾ ഫേസ് സിസ്റ്റം ഹൈ കോസ്റ്റ് ടു ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ. ഈ സിംഗിൾ ഫേസ് ആണ് നമ്മൾ അത് മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് റിസ്ക് ആണ്. അതുകൊണ്ടാണ് അതെന്താണ് കോമൺലി സാധാരണ നമ്മൾ 3 ഫേസ് സിസ്റ്റമാണ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റിക്ക് തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ അത് പ്രൊഡക്ഷനും ഇൻസ്റ്റാളേഷനും മെയിൻ്റെനൻസും ഒക്കെ കുറവാണ്. കാരണം ഒരു ജനറേറ്ററിനകത്ത് നമ്മൾ ഒറ്റ കോയിൽ വെക്കുന്നതും 3 കോയിൽ വെക്കുന്നതും നമ്മൾ അഥവാ അതിനനുസരിച്ച് വൈൻഡിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതും നമുക്ക് കൂടുതൽ ചീപ്പായിട്ടുള്ളത് 3 ഫേസ് സിസ്റ്റമാണ്. അപ്പോൾ സാധാരണ നമ്മൾ വീടുകളിൽ കിട്ടുന്ന സിംഗിൾ ഫേസ് എന്ന് പറയുന്നത് ആ ഒരു 3 ഫേസിൽ നിന്ന് തന്നെ ഒരു ലൈൻ നമ്മൾ എടുത്തിട്ടാണ് 3 ഫേസ് ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ ഒരു ലൈന് നമ്മൾ വീട്ടിലേക്ക് ഒരു ലൈനും വന്ന് നമ്മൾ സപ്ലൈ എടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ കൂടെ ന്യൂട്രലും കൂടെ പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ പവർ പ്ലാന്റുകളിലൊക്കെ 3 ഫേസ് AC ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുതന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും. അതിൽ നിന്ന് നമ്മൾ വീടുകളിലേക്ക് ആവശ്യമുള്ള സിംഗിൾ ഫേസ് മാത്രം നമ്മൾ സെപ്പറേറ്റ് അതിൽ നിന്ന് എടുക്കാനാണുള്ളത്. ഇനി സിംഗിൾ ഫേസ് ആകുമ്പോൾ ക്യാരീസ് ലെസ് പവർ ക്യാരി ഉള്ളൂ. 3 ഫേസ് ആകുമ്പോൾ മോർ പവർ ക്യാരി ചെയ്യും. കൂടുതൽ സിംഗിൾ ഫേസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ വീട്ടുപയോഗത്തിനുള്ള ഇതാണ് കൂടുതൽ സിംഗിൾ ഫേസ് യൂസ് ചെയ്യുന്നത്. 3 ഫേസ് സിസ്റ്റം കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സാണ്. അതുമാത്രമല്ല വീടുകളിലും വലിയ വീടുകളിലൊക്കെ 3 ഫേസ് സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. മിനിമം 5000 വാട്ട്സിൻ്റെ ഒക്കെ മുകളിലേക്ക് പവർ കൺസ്യൂം ചെയ്യുന്ന വീടുകളിലാവുമ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അപ്ലയൻസസ് ഉള്ള വീടുകളിലാണെങ്കിൽ അവിടെയും 3 ഫേസ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് സിംഗിൾ ഫേസും 3 ഫേസ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ ഇൻ 3 ഫേസ് സിസ്റ്റം. 3 ഫേസ് സിസ്റ്റം 2 തരത്തിലുള്ള കണക്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സ്റ്റാർ കണക്ഷൻ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. എന്താണ് സ്റ്റാർ കണക്ഷൻ, എന്താണ് ഡെൽറ്റ കണക്ഷൻ? ഈ 3 ഫേസുകൾ നമ്മൾ പറഞ്ഞു. ഒരു 3 ഫേസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ 3 ഫേസ് സിസ്റ്റത്തിലാകുമ്പോൾ 3 കോയിൽസ് ഉണ്ടാവും. ജസ്റ്റ് ഒരു സിംഗിൾ ടേൺ കോയിൽ ആയിരിക്കില്ല പ്രാക്ടിക്കൽ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് വൈൻഡിങ്സ് ഉള്ള ആ കോയിലായിരിക്കും. അതിൽ നിന്ന് ഒരു ഫേസ് ലൈൻ പുറത്തേക്ക് നമ്മൾ ലൈൻ ഔട്ട്പുട്ട്, ആ ജനറേറ്ററിന് ഔട്ട്പുട്ട്, ഓരോ കോയിലിനും ഓരോ ലൈൻ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് നമ്മൾ 3 ഫേസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് സപ്ലൈ കിട്ടുന്നത്. അപ്പോൾ അത് ആ ഒരു 3 കോയിൽസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അത് 2 സിസ്റ്റംസ് ഉണ്ട്, 2 തരത്തിലുണ്ട്. അതാണ് 2 തരത്തിലാണ് AC 3 ഫേസ് AC കണക്ട് ചെയ്യുന്നത്. 3 ഫേസ് AC കണക്ട് ചെയ്യുന്നത് 2 തരത്തിലാണ്. അതാണ് സ്റ്റാർ കണക്ഷൻ ആൻഡ് ഡെൽറ്റ കണക്ഷൻ.
ഫസ്റ്റ് നമ്മൾ സ്റ്റാർ കണക്ഷനാണ് നോക്കുന്നത്. സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർ ഷേപ്പിലായിരിക്കും കണക്ട് ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ മൂന്നിൻ്റെയും സിമിലർ എൻഡ്സ്, ഇപ്പോൾ മൂന്നിൻ്റെയും സ്റ്റാർട്ടിങ് എൻഡ്സോ അല്ലെങ്കിൽ ഫിനിഷിങ് എൻഡോ ഒരു പോയിന്റിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. മൂന്ന് കോയിലിൻ്റെയും സ്റ്റാർട്ടിങ് എൻഡോ അല്ലെങ്കിൽ ഫിനിഷിങ് ഏതെങ്കിലും ഒരു സിമിലർ എൻഡ്സ് നമ്മൾ ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുന്നു. ആ പോയിന്റിൽ വോൾട്ടേജ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് കറണ്ട് 0 ആയിരിക്കും. അതാണ് ന്യൂട്രൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ സാധാരണ 3 ഫേസ് സിസ്റ്റത്തിലെ 3 ഫേസുകളെ നെയിം ചെയ്യാറുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റെഡ്, യെല്ലോ, ബ്ലൂ, RYB എന്നുള്ള രീതിയിലാണ് 3 ഫേസ് സിസ്റ്റത്തിലെ 3 ഫേസുകളെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. 3 കളർ ഉപയോഗിച്ചിട്ടാണ്, റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ. അതാണ് RYB. അപ്പോൾ ഇനി നമ്മൾ ഫേസുകളെ അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, RYB. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർ കണക്ഷനിൽ നമ്മൾ 3 ഫേസുകളുണ്ട്, RYB. 3 ഫേസും നമ്മൾ 3 കോയിലിൽ നിന്ന് നമ്മൾ 3 ഫേസുകൾ ഔട്ട് എടുത്തിട്ടുണ്ട്. ഈ 3 കോയിൽസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു പോയിന്റിൽ സിമിലർ എൻഡ്സ്, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എൻഡ് നമ്മൾ 3 കോയിലിൻ്റെതും ഒരു പോയിന്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് സ്റ്റാർ കണക്ഷൻ. ഇനി എന്താണ് ഇതിൽ കുറച്ച് കാര്യങ്ങളൂടെ പറയാറുണ്ട്. എന്താണ് ലൈൻ വോൾട്ടേജ്, എന്താണ് ഫേസ് വോൾട്ടേജ്, എന്താണ് ലൈൻ കണക്ഷൻ, എന്താണ് ലൈൻ കറണ്ട്, എന്താണ് ഫേസ് കറണ്ട്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫേസ് വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ്, ഫേസ് കറണ്ട് ആൻഡ് ലൈൻ കറണ്ട്. വോൾട്ടേജ് ബിറ്റ്വീൻ എനി ലൈൻ ആൻഡ് ന്യൂട്രൽ ഈസ് കാൾഡ് ഫേസ് വോൾട്ടേജ്. എന്താണ്? ഏതെങ്കിലും ഒരു ലൈന്, ഏതാണ് ഇപ്പോൾ R എന്നിട്ടുള്ള ലൈനും അതും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസിനെയാണ് ഫേസ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. എന്നാൽ വോൾട്ടേജ് ബിറ്റ്വീൻ എനി 2 ലൈൻസ് ഈസ് കാൾഡ് ലൈൻ വോൾട്ടേജ്. 2 ലൈനുകൾക്കിടയിൽ, ഇപ്പോൾ R ആൻഡ് Y, ഈ 2 ഫേസ് അല്ലെങ്കിൽ 2 ലൈനുകൾക്കിടയിലുള്ള വോൾട്ടേജുകളെയാണ് ലൈൻ വോൾട്ടേജ് എന്ന്. എന്നാൽ ഒരു ഫേസും ന്യൂട്രലും തമ്മിലുള്ളതിനെയാണ് ഫേസ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. 2 ഫേസുകൾ തമ്മിൽ അല്ലെങ്കിൽ 2 ലൈനുകൾ തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസിനെയാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ലൈൻ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലൈൻ വോൾട്ടേജ് എന്താണെന്നും ഫേസ് വോൾട്ടേജ് എന്താണെന്ന് മനസ്സിലായി. ഏതെങ്കിലും ഒരു ഫേസും ന്യൂട്രലും തമ്മിലുള്ള, R ആയിക്കോട്ടെ, B ആയിക്കോട്ടെ, Y ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസിനെയാണ് നമ്മൾ ഫേസ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. 2 ലൈനുകൾ തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസിനെയാണ് ലൈൻ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ലൈൻ കറണ്ട്, എന്താണ് ഫേസ് കറണ്ട്? ലൈൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ലൈൻ കറണ്ട് എന്ന് വിളിക്കുന്നു. ഫേസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഫേസ് കറണ്ട് എന്ന് വിളിക്കുന്നു. അഥവാ ഈ സ്റ്റാർ കണക്ഷൻ്റെ കേസിൽ ഈ ഫേസും ലൈനും ഉള്ളതെന്ന് പറയുന്നത് നമ്മളിവിടെ സ്പ്ലിറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഫേസ് കറണ്ടും ലൈൻ കറണ്ടും സെയിം ആണ്. അഥവാ ഫേസും ലൈനും എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് കാണിക്കാൻ കഴിയില്ല. അപ്പോൾ 2 സ്റ്റാർ കണക്ഷൻ്റെ കേസിൽ ഫേസ് കറണ്ട് ഈക്വൽ ടു ലൈൻ കറണ്ട്. അഥവാ ഈ കോയിലിലൂടെ, ഇതിൻ്റെ അകത്തിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് തന്നെയാണ് പുറത്തോട്ടും വരുന്ന കറണ്ട്. അവിടെ കറണ്ട് എന്ത് ചെയ്യുന്നില്ല, സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഡെൽറ്റ കണക്ഷൻ്റെ കേസിലാവുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഈ തമ്മിലെ റിലേഷൻ, ഇപ്പോൾ ആൾറെഡി ഒരു റിലേഷൻ പറഞ്ഞു അല്ലേ, ഈ ലൈൻ കറണ്ട് ഫേസ് കറണ്ട് പറഞ്ഞ സമയത്തും പറഞ്ഞു. എന്താണ് സ്റ്റാർ കണക്ഷൻ്റെ കേസിൽ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്, ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട്. ഇൻ സ്റ്റാർ കണക്ഷൻ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഫേസ് വോൾട്ടേജ്. സ്റ്റാർ കണക്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു √3 ഇൻറ്റു ഫേസ് വോൾട്ടേജ് ആണ്.
എന്നാൽ ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട് ആണ്. ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട് പറഞ്ഞു. ലൈൻ കറണ്ട് ഫേസ് കറണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് കറണ്ടുകൾ സ്റ്റാർ കണക്ഷനിൽ ഉണ്ടാവില്ല. കാരണം ഇവിടെ ലൈനിൽ വരുന്ന അതേ കറണ്ട് തന്നെയാണ് ഫേസിൽ വരുന്ന അതേ കറണ്ട് തന്നെയാണ് ലൈനിലൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. ഇവിടെ വോൾട്ടേജ് ആണ് ഡിഫറൻസ് ഉള്ളത്. ന്യൂട്രലും ഫേസും ന്യൂട്രൽ, അല്ലെങ്കിൽ ഒരു ലൈനും ന്യൂട്രലും തമ്മിലുള്ളതാണ് ഫേസ് വോൾട്ടേജ്. രണ്ട് ലൈനുകൾ തമ്മിലുള്ളതാണ് ലൈൻ വോൾട്ടേജ്. അപ്പോൾ ഇവിടെ ലൈൻ വോൾട്ടേജ് എപ്പോഴും കൂടുതലായിരിക്കും. അഥവാ ലൈൻ വോൾട്ടേജ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫേസ് ഡയഗ്രാം അഥവാ ഇതിൻ്റെ സ്റ്റാർ കണക്ഷൻ്റെ ഡയഗ്രാം കൂടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഫേസ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ എന്താണ് 3 ഫേസുകളാണ് നമുക്ക് ഉള്ളത്. R, Y, B. അപ്പോൾ ഇവിടെ 3 ഫേസുകൾ തമ്മിലുള്ള അതിലുള്ള ലൈൻ വോൾട്ടേജ് ആണ് VRY എന്ന് പറയുന്നത്. ആറും വൈയും തമ്മിലുള്ള ലൈൻ വോൾട്ടേജ് ആണ് VRY. വൈയും ബിയും തമ്മിലുള്ള Y ആൻഡ് B രണ്ട് ലൈൻസ് തമ്മിലുള്ള ലൈൻ വോൾട്ടേജ് ഡിഫറൻസ് ആണ് VYB എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ വോൾട്ടേജ്. നെക്സ്റ്റ് VBR എന്ന് പറഞ്ഞാൽ ബിയും ആറും തമ്മിലുള്ള ലൈൻ വോൾട്ടേജ് ആണ്. നെക്സ്റ്റ് ഫേസ് വോൾട്ടേജ്, അല്ലെങ്കിൽ ന്യൂട്രലും ഒരു ഫേസും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ്, അതാണ് ERN. ഇവിടെ E കൊണ്ട് ഉദ്ദേശിക്കാൻ കാരണം ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ EMF ആണ്. EMF തന്നെയാണ് നമുക്ക് വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ കോയിലിൻ്റെ അകത്ത് വരുന്നത്, അതുകൊണ്ട് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നു. EMF പ്രൊഡ്യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത്. ആ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ആണ് ആ ന്യൂട്രലും ആ ഒരു ഫേസും തമ്മിലുള്ളത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്ന് ഡിനോട്ട് ചെയ്യാൻ കാരണം. അപ്പോൾ R എന്ന് പറഞ്ഞിട്ടുള്ള ഫേസും ന്യൂട്രലും തമ്മിലുള്ള ഫേസ് വോൾട്ടേജ് ആണ് ERN. നെക്സ്റ്റ് Y എന്ന് പറഞ്ഞാൽ വൈയും ന്യൂട്രലും തമ്മിലുള്ളത്, BN എന്ന് പറഞ്ഞാൽ ബിയും ന്യൂട്രലും തമ്മിൽ. ആ 3 ഫേസ് വോൾട്ടേജും 3 ലൈൻ വോൾട്ടേജും നമുക്ക് കിട്ടി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ERN എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ് വോൾട്ടേജും ERY എന്നുള്ള ലൈൻ വോൾട്ടേജ് തമ്മിൽ മാഗ്നിറ്റ്യൂഡിൽ അളവിൽ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. അപ്പോൾ ഈ ഒരു ഫേസ് ഡയഗ്രം മൂന്ന് ഐഡൻറ്റിക്കൽ കോയിൽസ് ഉള്ള തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 120 ഡിഗ്രി ആയതുകൊണ്ടാണ് ഇങ്ങനെ 120 ഡിഗ്രി നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ 3 കോയിൽസിൻ്റെയും വോൾട്ടേജും ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഫേസ് ഡയഗ്രത്തിൽ വരച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ഈ 2 ഫിഗറും നിങ്ങൾ വരച്ചെടുക്കണം. എക്സാമിന് പലപ്പോഴും സിമ്പിളായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്റ്റാർ കണക്ഷൻ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. പലപ്പോഴും 8 മാർക്കിന് വരെ ചോദിക്കും. ഇതിൽ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവാനൊന്നുമില്ല. സ്റ്റാർ കണക്ഷൻ ആകുമ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ 3 കോയിൽസും അതിൻ്റെ സിമിലർ എൻഡ്സ് നമ്മളൊരു പോയിന്റിൽ കണക്ട് ചെയ്യുന്നു. അഥവാ 3 കോയിൽസിൻ്റെയും സിമിലർ എൻഡ്സ് ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുന്നു. ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ. അവിടെ വോൾട്ടേജ് 0 ആയിരിക്കും. ഇനി നമ്മൾ പറയേണ്ടത് ലൈനും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസിനെ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നു. 2 ലൈനുകൾ തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസിനെ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നു. ഫേസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഫേസ് കറണ്ടും ലൈനിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ലൈൻ കറണ്ടും എന്ന് വിളിക്കുന്നു. ഇനി സ്റ്റാർ കണക്ഷൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഫേസ് വോൾട്ടേജ്, ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട്. ഇനി ഡെൽറ്റ കണക്ഷനിലേക്ക് വരികയാണെങ്കിൽ, ഡെൽറ്റ കണക്ഷൻ്റെ കേസിൽ ഡിസിമിലർ എൻഡ്സ് ആണ് നമ്മൾ വരുന്നത്, സിമിലർ എൻഡ്സ് അല്ല. ഇപ്പോൾ ഈ ഒരു കോയിലിൻ്റെ ഇതാണ് സ്റ്റാർട്ടിങ്, ഇത് സ്റ്റാർട്ടിങ് എൻഡാണ്, ഇത് ഫിനിഷിങ് എൻഡ് ആണെങ്കിൽ
അടുത്ത കോയിലിൻ്റെ എന്താണ് ഫിനിഷിംഗ് എൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എൻഡുമായി കണക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് മൂന്നാമത്തതിൻ്റെ സ്റ്റാർട്ടിംഗ് എൻഡ് അടുത്തതിൻ്റെ ഫിനിഷിംഗ് എൻഡുമായി. ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഒന്നിൻ്റെ സ്റ്റാർട്ടിംഗ് എൻഡും നെക്സ്റ്റിൻ്റെ ഫിനിഷിംഗ് എൻഡും അടുത്തതിൻ്റെ സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും നെക്സ്റ്റ് സ്റ്റാർട്ടിങ് ഫിനിഷിംഗ്, ഇങ്ങനെ നമ്മൾ ഡിസിമിലർ എൻഡ്സ് കണക്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കുലർ ഫോമിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇതിലും ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞാൽ സെയിം തന്നെയാണ്. പക്ഷെ എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ വ്യത്യാസമുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഇതിൻ്റെ അകത്തിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ല ഈ പുറത്തേക്ക് കിട്ടുന്ന, അഥവാ ഫേസിലൂടെ അഥവാ കോയിലിൻ്റെ അകത്തിലൂടെ ഉള്ള കറണ്ട് അല്ല നമ്മൾ ലൈനിലേക്ക് പുറത്തേക്ക് കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഈ ഒരു കറണ്ടും ഈ ഒരു കറണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള കറണ്ടാണ് ഇതിൽ കിട്ടുക. ഈ ഒരു ലൈൻ ഇത് തമ്മിലുള്ള ഇത് എന്താണ് സബ്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ അവ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടാണ് ഈ ഇതിലുള്ള കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത്. ഈ കറണ്ടുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിൽ ഈ മൂന്ന് ഫേസിൽ കറണ്ട് കിട്ടുന്നത്. ഈ സെയിം ഇതിലുള്ള ഈ ഫേസിലുള്ള കറണ്ടല്ല ഒരിക്കലും ലൈനിലുള്ള കറണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ലൈനിലുള്ള കറണ്ട് ആയിരിക്കും കൂടുതൽ, ഫേസിൽ കറണ്ട് കുറവായിരിക്കും. എന്നാൽ ഈ കേസിൽ വോൾട്ടേജ് എന്താണ് സെയിം ആണ്, ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും സെയിം ആണ്. കാരണം ന്യൂട്രൽ എന്ന പോയിന്റ് ഇതിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആണ്. ലൈൻ കറണ്ട് ഈക്വൽ ടു √3 ഇൻറ്റു ഫേസ് കറണ്ട്. നേരെ സ്റ്റാർ കണക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സാമിന് എഴുതാനും പറ്റും. ഫേസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ്, ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഫേസ് കറണ്ട്. നേരത്തെ ഡെൽറ്റ കണക്ഷൻ്റെ കേസിൽ സ്റ്റാർ കണക്ഷൻ്റെ കേസിലാവുമ്പോൾ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഫേസ് വോൾട്ടേജ് ആയിരുന്നു, ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട് ആയിരുന്നു. ഇത് നേരത്തെ √3 ഏതിലാണ് വന്നത്, കറണ്ടിലാണ് ഇതിൽ വന്നത്, നേരത്തെ വോൾട്ടേജിലാണ്. നേരത്തെ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരുന്നു, കറണ്ട് സെയിം ആണ്. ഇതിൽ കറണ്ട് ഡിഫറെൻ്റ് ആണ്, വോൾട്ടേജ് സെയിം ആണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫേസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ്, ലൈൻ കറണ്ട് ഈക്വൽ ടു √3 ഇൻറ്റു ഫേസ് കറണ്ട്. ഇതാണ് സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാർ കണക്ഷൻ. 3 ഫേസ് സിസ്റ്റത്തിൽ രണ്ട് കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ എക്സാമിന് പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനുമാണ് സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ ഇൻ 3 ഫേസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ 3 ഫേസ് AC ലൈൻസിന് അല്ലെങ്കിൽ 3 ഫേസ് സിസ്റ്റത്തിൽ 2 തരത്തിലുള്ള കണക്ഷൻ ഉണ്ട്. അതാണ് സ്റ്റാർ കണക്ഷൻ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും.